ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് എലമെന്റ്സ് HTML നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് എലമെന്റ്സിന്റെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡിങ്സ് ആണ്. HTML നമ്മൾ ഹെഡിങ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ്സ് എന്ന് പറഞ്ഞാൽ H1 മുതൽ H6 വരെയുള്ള ടാഗ്സ് ആണ്. അതായത് H1 H2 അപ് ടു H6 വരെയുള്ള ടാഗ്സ് ആണ് നമ്മൾ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു H1 ടു H6ന്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ് ആയിരിക്കും നമ്മൾ H1ൽ കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഫോണ്ട് സൈസും അതുപോലെയുള്ള ആ ഒരു ബോൾഡ്നെസ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ H1 ടു H6 വരെയുള്ള ടാഗിനുള്ളൂ. ആ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അതിലൂടെ മെഷർ ചെയ്യപ്പെടുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ് എപ്പോഴും നമ്മൾ H1 ടാഗിന്റെ അകത്ത് കൊടുക്കും. അത് കഴിഞ്ഞുള്ളത് H2ല്, ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് H6ല്. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ ആദ്യം ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ടിംഗ് ടാഗ്, അതായത് എലമെന്റിന്റെ നെയിം കൊടുക്കുക. ഇപ്പൊ ഞാൻ എലമെന്റിന്റെ നെയിം കൊടുത്തു, എൻഡിങ് ടാഗും വന്നിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട്, അതായത് അതിന്റെ നടുവിലായിട്ട് വേണം നമ്മൾ സ്റ്റാർട്ടിംഗ് ടാഗിന്റെ എൻഡിങ് ടാഗിന്റെ നടുവിലായിട്ട് വേണം നമുക്ക് എന്താണോ ഹെഡിങ് കൊടുക്കേണ്ടത് ആ ഹെഡിങ് കൊടുക്കാനായിട്ട്. ഞാൻ അതിന് ഹെഡിങ് 1 കൊടുത്തു. H1ന്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് ഹെഡിങ് 1 എന്ന് കൊടുത്തു. സിമിലർലി നമുക്ക് H2 ക്രിയേറ്റ് ചെയ്യാം. അതായത് H2 എന്ന് വെച്ചിട്ട് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാം. സിമിലർലി നമുക്ക് H6 വരെ ഉള്ളത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ് ടു H6 വരെയുള്ള നമ്മൾ ടാഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ആദ്യം കൊടുത്ത ഹെഡിങ്ങിനാണ് ഏറ്റവും വലുപ്പവും അതുപോലെ തന്നെ ഏറ്റവും ബോൾഡ്നെസ്സും ഉള്ളൊരു ഹെഡിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഓരോരോ സൈസ് ഡിഫറൻസിലായിരിക്കും വരുന്നത്. ഏറ്റവും ചെറുതായിട്ട് വരുന്നത് H6ന്റെ അകത്ത് കൊടുത്ത ഹെഡിങ് ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പാരഗ്രാഫ് എലമെന്റ് ആണ്. പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ P ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. P ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാരഗ്രാഫ് കൊടുക്കുന്നത്. പാരഗ്രാഫ് കൊടുക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി പാരഗ്രാഫിന് കുറച്ച് സ്റ്റൈലിങ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ H1 ടു H6 യൂസ് ചെയ്യുന്നത് അതിനൊരു ബേസിക് സ്റ്റൈലിങ്സ് ബ്രൗസർ കൊണ്ടുവരുന്നത് പോലെ തന്നെ പാരഗ്രാഫിന് ബേസിക് ആയിട്ട് ഇപ്പൊ കുറച്ച് സ്റ്റൈലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും, ചെറിയൊരു അലൈൻമെന്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുറച്ച് ഒരു മാർജിൻ ഒക്കെ വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാരഗ്രാഫിന് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് കിട്ടി. നമുക്കൊരു വലിയൊരു പാരഗ്രാഫ് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു ഇതിപ്പോ ഞാനൊരു സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. അതിന്റെ ഒരു ഫോണ്ടും അതിന്റെ ഒരു അലൈൻമെന്റും നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നതും ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കൂടി വലിയൊരു പാരഗ്രാഫ് എങ്ങനെ കൊടുത്തു നോക്കാം. നോക്കാം. ഞാനിപ്പോ ഒരു 2 പാരഗ്രാഫ് കോപ്പി ചെയ്ത് ഇതിന്റെ അകത്തേക്ക് ഒരു 2 പാരഗ്രാഫ് ഒരു P ടാഗിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. ഞാൻ 2 പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തത്. ആ ഒരു പാരഗ്രാഫ് നെക്സ്റ്റ് ലൈനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഒരു പാരഗ്രാഫിന്റെ ഒരു അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നെക്സ്റ്റ് ലൈനിലേക്ക് വരും. അതിന്റെ ഒരു ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാനൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്കതൊരു നെക്സ്റ്റ് പാരഗ്രാഫിലൊക്കെ ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു BR ടാഗ് യൂസ് ചെയ്യുക. BR ടാഗ് യൂസ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ അല്ല, BR ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു നെക്സ്റ്റ് ലൈനിലേക്ക് പോയി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നോക്കുവാണെങ്കിൽ ഇവിടെ വെച്ച പാരഗ്രാഫ് എൻഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് ലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു പാരഗ്രാഫിൽ തന്നെ മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ്, അതായത് അടുത്തൊരു ലൈനിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ BR ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
നെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്ന് പറയുന്നത് നമുക്ക് പേജുകൾ തമ്മിൽ കണക്ഷൻ വേണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ പേജിലേക്ക് റീഡയറക്ട് ചെയ്തു പോകണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ നേരത്തെ കൊടുക്കുന്ന മാതിരി തന്നെ കൊടുക്കുന്നു. ഇതിന്റെ അകത്തൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ടാഗ് നേരത്തെ കൊടുത്തപ്പോൾ എന്താ ടാഗ് നെയിം മാത്രമാണ് നമ്മൾ ആ ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അകത്ത് എക്സ്ട്രാ വേറൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എലമെന്റിനെ കൂടുതൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡീഷണൽ ഇൻഫർമേഷൻസിനെയാണ്, അതായത് ആ ഒരു എലമെന്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന അഡീഷണൽ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ടാഗിന്റെ കൂടെ വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അത് സ്പെസിഫൈ ചെയ്യുന്നത് നമുക്ക് ഏത് പേജിലേക്കാണോ റീഡയറക്ട് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണോ ആ ഡെസ്റ്റിനേഷൻ ആണ് hrefന്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പൊ sample.html ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത HTML പേജ് ആണ്. sample.html എനിക്ക് റീഡയറക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ sample.html ആ ഒരു നെയിം ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ആ നെയിം കൊടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഫോൾഡറിൽ കിടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നെയിം മാത്രം കൊടുത്താൽ മതി. വേറെ ഫോൾഡറിലാണെങ്കിൽ അതിന്റെ എൻ്റെ പാത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ കൊടുത്തത് ഇതേ ഫോൾഡറിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ നെയിം മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വേറെ ഫോൾഡറിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പാത്ത് കോപ്പി ചെയ്തിട്ട് പാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നെറ്റിൽ ഏതെങ്കിലും ഒരു ലിങ്കിലേക്കാണ് റീഡയറക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ്സ്, ആ ഒരു പേജിന്റെ അഡ്രസ്സ് ഇങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ വിക്കിപീഡിയയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ആണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിന്റെ അഡ്രസ്സ് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തേക്ക് റീഡയറക്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ലിങ്കിന്റെ നെയിം, അതായത് നമുക്ക് അവിടെ ഒരു ഇത് വരണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ദിസ് ലിങ്ക് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരുന്നത് ഓട്ടോമാറ്റിക്കലി ഇതിനും ബ്രൗസർ കുറച്ച് സ്റ്റൈലിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് അതിന്റെ ബ്ലൂ കളറായി, പിന്നെ അതുപോലെ അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രൗസർ ഡീഫോൾട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മേളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ഒരു ഹാൻഡ് പോയിന്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ബ്രൗസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഞാൻ നേരത്തെ ചെയ്തു വെച്ച സാമ്പിൾ പേജിലേക്ക് അത് റീഡയറക്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ അതാണ് ലിങ്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് img ടാഗ്. ഈ img ടാഗിന് ഒരു പ്രത്യേകതയുള്ളത് അതിന് കണ്ടന്റ് ഉണ്ടാവില്ല, അതായത് എൻഡിങ് ടാഗും ഉണ്ടാവില്ല, അതുപോലെ കണ്ടന്റും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ എൻഡിങ് ടാഗിന്റെ സ്റ്റാർട്ടിങ് ടാഗിന്റെ ഇടയിലായിട്ടാണ് കണ്ടന്റ് കൊടുക്കുക. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് ടാഗ് കാണത്തില്ല. അപ്പൊ നമുക്ക് ഇനി ഇമേജ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് ആ ഇമേജിന്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ആ അഡ്രസ്സ് ഇവിടെ SRC ആട്രിബ്യൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുക. നമ്മുടെ സോഴ്സ് എവിടെയാണോ ആ സോഴ്സിനെയാണ് SRC ഇതാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെയിം ഫോൾഡറിൽ കിടക്കുന്ന ഒരു ഇമേജ് ആണെങ്കിൽ ആ ഒരു ഫോൾഡറിന്റെ ആ ഒരു ഇമേജിന്റെ നെയിം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് വരും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഫോൾഡറിൽ കിടക്കുന്നതാണെങ്കിൽ അതിന്റെ പാത്ത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന്റെ ആ ഒരു പാത്തിൽ നിന്ന് നമുക്കതിന് ഇങ്ങോട്ട് കിട്ടും. ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് കൊടുക്കാൻ പോവാണ്. ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജിന്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക, എന്നിട്ട് ആ അഡ്രസ്സ് ജസ്റ്റ് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഗൂഗിളിൽ നിന്ന് ഇമേജ് എടുക്കുമ്പോഴത്തേനും അതിന്റെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി വലുതായിരിക്കും, കുഴപ്പമില്ല. ആ ഒരു അഡ്രസ്സ് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പൊ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ ഡൗൺലോഡിന്റെ ആ ഒരു പാത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഫോൾഡറിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജിന്റെ നെയിം എന്താണോ, സേവ് ചെയ്തേക്കുന്ന ഇമേജിന്റെ നെയിം എന്താണോ അത് കൊടുത്താൽ മതി. നമുക്ക് ഇത് വരുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലിങ്ക് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിലായിട്ടാണ് ഇമേജ് വരേണ്ടതെങ്കിൽ ലിങ്ക് കഴിയുമ്പോഴത്തേനും ഒരു BR സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് BR ടാഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു നെക്സ്റ്റ് ലൈനിലേക്ക് ചാടിപ്പോക്കോളും. നോക്കുവാണെങ്കിൽ നമുക്ക് അതൊരു നെക്സ്റ്റ് ലൈനിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യണം. ഇമേജിന്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഹൈറ്റ് ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ വിഡ്ത്ത് ആട്രിബ്യൂട്ടും. അത് സോഴ്സ് കൊടുത്തതിന് ശേഷം ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുക.
ഹൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ വാല്യൂവിൽ അത് കൊടുക്കുക. ഇപ്പം ഞാനൊരു 400 പിക്സൽ ഹൈറ്റും വിഡ്ത്തും അത്ര തന്നെ കൊടുക്കാം. സോറി, നമുക്ക് ആ ഒരു ഹൈറ്റും വിഡ്ത്തും നമുക്ക് നമ്മുടേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന ബേസിക് എലമെന്റ്സ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അതായത് ഹെഡിങ്സ്, പാരഗ്രാഫ്, ലിങ്ക്, അതുപോലെ ഇമേജ്, അതുപോലെയുള്ള ബേസിക് എലമെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. താങ്ക് യു.